ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അതിനിർണായകമായ ഒരു നീക്കമാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് നടത്തിയത്. അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചെത്തിച്ച സ്വർണ്ണപ്പാളികളിൽ അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തി. ഏകദേശം 16 മണിക്കൂറാണ് അന്വേഷണ സംഘം ശബരിമലയിൽ തെളിവെടുപ്പ് നടത്തിയത്. സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുകയും വിശദമായി പരിശോധിക്കുകയും ചെയ്ത ശേഷം അവ തിരികെ സ്ഥാപിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച സ്വർണ്ണപ്പാളി ഇളക്കലും പരിശോധനയ്ക്കും ശേഷം അവസാനത്തെ പാളിയും തിരികെ സ്ഥാപിക്കുമ്പോൾ സമയം ബുധനാഴ്ച പുലർച്ചെ ആയിരുന്നു. അത്രമേൽ ദീർഘവും സങ്കീർണവുമായ പരിശോധനയാണ് നടത്തിയത്. പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ട് രൂപത്തിലാക്കി ദ്വൈവാര റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിലായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക. ശ്രീകോവിലിന്റെ പിന്നിലും മുന്നിലുമുള്ള തൂണുകളുടെ പാളികൾ, കട്ടിളയുടെ വശങ്ങൾ, ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠത്തിൽ നിന്നുള്ള പാളികൾ എന്നിവയെല്ലാം പരിശോധനയ്ക്കായി ഇളക്കിയെടുത്തിരുന്നു. പാളികളിലുള്ള സ്വർണത്തിന്റെ അളവാണ് പ്രധാനമായും പരിശോധിച്ചത്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്ന സമയത്തെ തൂക്കവും അളവും ഇപ്പോഴത്തെ അളവും അന്വേഷണ സംഘം ശാസ്ത്രീയമായി തന്നെ പരിശോധിച്ചു. ഇതിനായി മണിക്കൂറുകളോളമാണ് അന്വേഷണ സംഘം പരിശോധനയ്ക്കായി ചിലവഴിച്ചത്. പിൻഭാഗത്തെ ആദ്യ പാളിയാണ് പരിശോധന പൂർത്തിയാക്കി ആദ്യം തിരിച്ചെത്തിച്ച് തൂണുകളിൽ സ്ഥാപിച്ചത്. പിന്നീട് ഓരോ പാളികളായി തിരികെ സ്ഥാപിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SP ശശിധരന്റെ നേതൃത്വത്തിൽ വിദഗ്ധരടക്കം 15 പേർ അടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയിരുന്നത്. സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്ന നടപടിയാണ് ആദ്യം ചെയ്തത്. സാമ്പിൾ ശേഖരിച്ച ശേഷം സോപാനത്തെ പാളികൾ തിരികെ സ്ഥാപിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളിയും ശ്രീകോവിലിന്റെ വലത് ഭാഗത്തെ പാളികളും നീക്കം ചെയ്തിരുന്നു. പാളികൾ വ്യാജമാണോ എന്ന് കണ്ടെത്താൻ കാലപ്പഴക്ക പരിശോധനയും നടത്തും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം, 2019 ഘടിപ്പിച്ച കട്ടിളപ്പാളികളുടെ തൂക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തെ സ്വർണത്തിന്റെ സാമ്പിളുകൾ, മറ്റിടങ്ങളിലെ സാമ്പിളുകൾ, ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളകളിലെയും ചെമ്പുപാളികളുടെ സാമ്പിളുകൾ തുടങ്ങിയവ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും ഗുണനിലവാരവുമാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. 1 സെന്റിമീറ്റർ വ്യാപ്തിയിൽ ശേഖരിച്ച സ്വർണം രാസപരിശോധനയ്ക്ക് വിധേയമാക്കും. കാക്കനാട്ടെ മുഖ്യ ലാബിലാണ് സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ എത്രത്തോളം വ്യാപ്തിയിലുള്ള കൊള്ളയാണ് നടന്നത് എന്ന് കണ്ടെത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. ഇക്കാര്യം കണ്ടെത്താൻ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. കവർച്ചയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഈ പരിശോധനകളിലൂടെ കണ്ടെത്താനാകുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് കൂടി നീങ്ങുന്ന ഘട്ടത്തിൽ ഈ പരിശോധനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിലേക്ക് കൂടി അന്വേഷണം നീളുന്ന സ്ഥിതിയാണ്. ഈ ഘട്ടത്തിൽ എത്രത്തോളം സ്വർണം കളവുപോയി, അത് എങ്ങോട്ടാണ് പോയത്, ആരൊക്കെ കളവ് മുതൽ പങ്കിട്ടു എന്നീ കാര്യങ്ങളെല്ലാം ഇനിയും അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്.